ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ചിരി വരിക സത്യം പറഞ്ഞാൽ. നിൽക്കാൻ നേരമില്ല, ഓട്ടമാണ്. അവസാന നിമിഷം നമ്മൾ ട്രേഡ് ചെയ്ത് എവിടെയെന്ന് അറിയുമോ? കൊച്ചിൻ്റെ സ്കൂളിൻ്റെ വാതിക്കൽ നിന്നാണ് ചെയ്തത്. ഓക്കെ, മോനെ വിളിക്കാൻ പോയപ്പോൾ അതിൻ്റെ വാതിക്കൽ നിന്നാണ് ചെയ്തത്. അപ്പം എന്തായാലും വളരെ സുന്ദരമായിട്ട് നമ്മളിന്ന് ട്രേഡ് അവസാനിപ്പിച്ചു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇതിനകത്തിൽ ഞാനൊരു ആമുഖം ഒന്ന് പറയാം, അതിന് ശേഷം നമുക്ക് ചാർട്ടിലോട്ട് വരാം. നമ്മൾ ആദ്യം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം ആ സമയത്ത് ഞാനിത് കണ്ടില്ല, താരിഫ് അടിച്ച കാര്യം കണ്ടില്ല. അത് കാണുക തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതിന് ശേഷമാണ് രാത്രിയിലാണ് ഈ സംഭവം ഞങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ തന്നെ അന്നേരം അത് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ വ്യൂ എന്തുമായിരുന്നു നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ വ്യൂ മുകളോട്ടല്ല, എൻ്റെ വ്യൂ താഴോട്ട് തന്നെ ആയിരുന്നു അല്ലേ? അത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കണം. മാർക്കറ്റ് ഇന്ന് എത്ര പോയിൻറ്റ് സ്വിങ് ചെയ്തെന്നറിയാമോ? സ്വിങ് അത് വേണമെങ്കിൽ ഞാൻ ചാർട്ടിനകത്ത് പറഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാനൊരു ആമുഖം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. മാർക്കറ്റ് 200 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു അല്ലേ? 200 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കയറ്റിക്കൊണ്ടുപോയി. നിങ്ങളൊരു മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കണം. 86% FIS ഷോർട്ട് പൊസിഷനിലാണ്. 86% FIS ഷോർട്ട് പൊസിഷനാണ്. ഇങ്ങനെ മനഃപൂർവ്വം 200 പോയിൻ്റ് മുകളിലോട്ട് 200 പോയിൻ്റ് വീണ മാർക്കറ്റിനെ 300 പോയിൻ്റ് 200 പോയിൻ്റ് വീണു. അതിനുശേഷം 300 പോയിൻ്റ് മാർക്കറ്റ് കയറി. ഞാൻ ചാർട്ട് കാണിച്ചു തരാം. 300 പോയിൻ്റ് മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ ഈ FIS എല്ലാം അവിടുന്ന് വിറ്റിട്ട് ഓടണം. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിലൊരു ഷോർട്ട് കവറി നടക്കും. അങ്ങനെയാകുമ്പോൾ ഒരു 500 പോയിൻ്റെങ്കിലും ഒരു സ്വിങ് 500 പോയിൻ്റെങ്കിലും മാർക്കറ്റ് ട്രാവൽ ചെയ്യണം. പക്ഷേ അത് സംഭവിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് മാർക്കറ്റിൻ്റെ കാര്യം. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിനെ പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. കാരണം ട്രംപ് ഇങ്ങനൊരു ഒരു താരിഫ് നമുക്ക് തന്നു. ആ താരിഫ് ഇന്ത്യയെ ബാധിക്കുന്നില്ല. കാരണം ഈ താരിഫ് അടിച്ചപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പൊട്ടുമെന്നൊക്കെ നമ്മളുടെ മെയിൻ സ്ട്രീം ചാനലുകൾ വരെ പബ്ലിഷ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ പൊട്ടലുണ്ടാകും, മാർക്കറ്റ് വലിയ ക്രാഷ് ഉണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് മലയാള മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് തള്ളി ഇല്ലേ? അപ്പോൾ ആ തള്ളലിനെ ഒക്കെ മറികടക്കാൻ വേണ്ടി സർക്കാർ തന്നെ DIS, ഞാൻ എൻ്റെ കൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ, സർക്കാർ തന്നെ DISനെ ഏർപ്പാട് ചെയ്ത് അവരെ കൊണ്ട് മാക്സിമം വാങ്ങിപ്പിച്ചു. മാർക്കറ്റിനെ എന്ത് ചെയ്തു? പച്ച കത്തിക്ക് മാത്രമല്ല 200 പോയിൻ്റ് റിക്കവർ ചെയ്തു. അതിനുശേഷം 100 പോയിൻറ്റിയുടെ മേളിലോട്ട് പിന്നെയും പോയി. മൊത്തം 300 പോയിൻ്റ് മേലോട്ട് പോയി ഇല്ലേ? പക്ഷെങ്കിൽ 300 പോയിൻ്റിന് ശേഷം മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ താഴോട്ട് വന്നത്? അഥവാ അവിടെ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് പൊസിഷനിലുള്ള FIS എല്ലാം അവിടുന്ന് വിറ്റിട്ട് ഓടണമായിരുന്നു ഇല്ലേ? അങ്ങനെ വിറ്റിട്ട് ഓടുമ്പോൾ പിന്നെയും ബൈങ് പ്രഷർ വരും. മാർക്കറ്റ് പിന്നെയും 25,000-ന് മുകളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയാണ്, അങ്ങനെ റിയലായിട്ട് ഷോർട്ട് കവറിങ് നടന്നു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. നമ്മൾ വരച്ച വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം 100 പോയതിന് ശേഷം അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ വിചാരിച്ചോളൂ. കാരണം സർക്കാരിന് അല്ല രാഷ്ട്രീയ പൊളിറ്റിക്സിന് അതീതമായിട്ട് ഇത് എല്ലാവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് ഇല്ലേ മാർക്കറ്റ്? അപ്പോൾ എന്താ അവർ ചിന്തിക്കുന്നത്? ഓക്കെ, ഇങ്ങനെ ട്രംപ് ഇങ്ങനെ ഒരു താരിഫ് വന്നപ്പോൾ നമ്മളതിനെ അതിജീവിച്ചു. ട്രംപ് എന്ത് ചെയ്തിട്ടും നമ്മുടെ മാർക്കറ്റ് പൊട്ടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു ഷോ ഓഫ് ആയിരുന്നു മാർക്കറ്റ് ഇത് കണ്ടത്. അത് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വരും. കാരണം ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത് ചാർട്ടിനകത്തിലാകുമ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ പറയുന്ന കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രാക്ഷൻസ് കുറയും. ചാർട്ട് മാത്രമല്ല നിങ്ങൾ കാണത്തുള്ളൂ. അപ്പോൾ ഇത് പേനായും ഇല്ല വരയ്ക്കാൻ, അല്ലെങ്കിൽ വരച്ചുകൊണ്ടെങ്കിലും ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് സംസാരിക്കുന്നത്. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം അവിടുന്ന് തിരിച്ച് കാരണം എന്താ, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ രാവിലെ ഇതിന് ഫൈൻ അടിക്കും, പെനാൽറ്റി അടിക്കും പുള്ളി. അപ്പം ഇത്രയും 200 പോയിൻ്റ് പൊട്ടിയ മാർക്കറ്റിൻ്റെ നേരെ മുകളിലോട്ട് കൊണ്ടുപോയി ഗ്രീനിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങർക്ക് കലിപ്പ് കൂടും. ആർക്ക്? നമ്മുടെ ട്രംപ് അണ്ണന് കലിപ്പ് കൂടുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പെനാൽറ്റിയുടെ കനം കൂടും. അവന്മാർ ഞാൻ ഇത്ര ചെയ്തിട്ട് അവന്മാരുടെ മാർക്കറ്റ് വീണില്ലല്ലോ, എന്നാൽ കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അടിച്ച് 50-60% പെനാൽറ്റി പണ്ട് ചൈനയ്ക്ക് കൊടുത്ത പോലെ തന്നാൽ നമ്മുടെ ഗതി ആലോചിച്ച് നോക്കിക്കേ. ചൈനയ്ക്ക് താങ്ങും, നമ്മളൊന്നും അത് താങ്ങുകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ റീറ്റെയിലേഴ്സിനൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ
വരാനുണ്ടായ കാര്യം അല്ല അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള കാരണം അതാണ്. കാരണം സി എടുത്ത് താഴെ സി എടുത്തിട്ടുള്ള മോളി അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണും. അപ്പോൾ മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വിട്ടുന്നു. അപ്പോൾ അത് അങ്ങനെ കൃത്യമായ ഒരു കൺവിക്ഷൻ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൃത്യമായി ഒരു പാറ്റേൺ അവിടെ രൂപപ്പെട്ടു വന്നില്ലേ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ അവിടെ രൂപപ്പെട്ടു വന്നത് ഞാൻ കൃത്യമായിട്ട് വരച്ചിട്ടു നമുക്കത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് മിക്കവാറും പേർക്ക് നല്ലപോലെ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. ഈ ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം സി താഴെ നിന്ന് എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് എടുത്തവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റികളും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ചാർട്ടും അതിൻ്റെ പാറ്റേൺസും എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് വിശദമായിട്ട് നമുക്ക് ചാർട്ടിലോട്ട് വന്നിട്ട് ചാർട്ടിൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, നമുക്കിത് മാർക്കറ്റിലോട്ട് വരാം. ഇന്നെന്താ സംഭവിച്ചത് മാർക്കറ്റ് നോക്കിയേ 200, നിങ്ങളത് ആലോചിച്ച് നോക്കിക്കോണേ, ഇന്ന് എന്താ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കിയേ. മാർക്കറ്റിൽ 200 ഇന്ന് എത്ര പോയിൻറ്റിൻ്റെ സ്വിങ് നടന്ന് ആലോചിച്ച് നോക്കണം. ഇവിടുന്ന് ഏകദേശം എത്രയാണ് 200 പോയിൻറ്റിൻ്റെ ഫോൾ, 640, 850, 190 പോയിൻറ്റ്, 200 പോയിൻറ്റിനടുത്തൊരു ഗ്യാപ്പ് ഡൗൺ ഇല്ലേ, ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി 200 പോയിൻറ്റ്. അതിനുശേഷം 300 പോയിൻറ്റ് ഇവിടുന്ന് ഇതെത്രയാണ് 642, 950 വരെ ഇല്ലേ, 742, 842, 942 ഇല്ലേ, 300 പോയിൻറ്റ് ഇവിടുന്ന് 200 പോയിൻറ്റ് വീണു, ഇവിടുന്ന് 300 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് കിട്ടി. അപ്പോൾ 300, 200, 500 ശേഷം എങ്ങോട്ടാണ് വീണത് 768 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 920 ഏകദേശം 80 പോയിൻറ്റിൻ്റെ ഒരു ഫോള് അല്ലേ. അപ്പം 200, 300, 500, 580 ഏകദേശം 600 പോയിൻറ്റിൻ്റെ ഒരു സ്വിങ് ആണ് മാർക്കറ്റിൽ നടന്നത്. 600 പോയിൻ്റ് സ്വിങ് ആലോചിച്ച് നോക്കിയെങ്കിൽ 600 പോയിൻ്റ് സ്വിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ എന്തുമാത്രം ബൈയും സെല്ലും നടന്ന് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായോ? അപ്പം ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ തന്നു. അപ്പോൾ ഞാൻ ആദ്യമേ രാവിലെ വോയിസ് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ആദ്യമേ തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ വോയിസ് ഇട്ടു, നിങ്ങൾ ആ ഒരു സമ്മറി ഞാൻ ഇട്ടു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് 200 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കയ്യിലുള്ളവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, കൈ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് കണ്ട് മിക്കവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് എല്ലാവരും എനിക്ക് താങ്ക്സ് അയക്കുകയൊക്കെ ചെയ്തു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടുന്ന് തിരിച്ച് പോകാൻ ഒരു റീടെസ്റ്റ് നടത്തി ഇല്ലേ. കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്നത്തെ ലോയും ഇന്നലത്തെ ഹൈയും ഇത് രണ്ടും ആയിരിക്കണം. ഇത് ബ്രേക്ക് കഴിഞ്ഞാലാണെങ്കിൽ മാർക്കറ്റ് ഒരു വയലൻ്റ് മൂവിനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്ന് ടെസ്റ്റ്, ഇത് ഒരിക്കലും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ കറക്റ്റ് വരച്ച 670 റീടെസ്റ്റ് എടുത്തു ഇല്ലേ. റീടെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നോക്കിക്കേ, റീടെസ്റ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് നമുക്ക് നല്ലൊരു റിജക്ഷൻ വിത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്കിവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ കൃത്യമായി വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവുന്നത്. അതിനുശേഷം ഇവിടുന്ന് നല്ലൊരു അപ്സൈഡ് കിട്ടി. ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തു. ഞാനൊരു 18 പോയിൻറ്റിനകത്ത് ഞാൻ ഇറങ്ങി. ഓക്കെ, അപ്പോൾ കാരണം അറിയത്തില്ല മാർക്കറ്റ് എപ്പോഴാണ് പൊട്ടി താഴോട്ട് വീണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വളരെ മിനിമലായിട്ട് മാത്രം ഞാൻ ട്രേഡ് ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ലാസ്റ്റ് ഒഴിച്ച്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി ഇല്ലേ. ഈ റിജക്ഷൻ ക്യാൻഡിൽ SL അടിച്ചു. നിങ്ങളുടെ എൻട്രി കറക്റ്റാണ്, എല്ലാം വളരെ കറക്റ്റാണ്. ഇത് ഈ പറഞ്ഞ റിജക്ഷൻ, ഇത് വളരെ എന്നോട് ചോദിച്ചു, സാർ ഇത് എൻട്രി കറക്റ്റാണ്, നിങ്ങൾ ചെയ്ത എൻട്രി കറക്റ്റാണ്, റിജക്ഷൻ ക്യാൻഡിൽ കറക്റ്റാണ്, എല്ലാ ക്രൈറ്റീരിയയുടെ ഫുൾഫിൽഡ് ആണ് നമ്മുടെ. പക്ഷേങ്കിൽ നമ്മുടെ ട്രേഡ് ഫെയിലായിപ്പോയി. അത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇല്ലേ. ആ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു, ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു ക്ലാസ്. ഇപ്പോൾ ഞാൻ പറയില്ലേ 10 ട്രേഡ് എടുത്താൽ 10 ട്രേഡും അത് ഫുൾഫിൽ ആകണമെന്ന്, അത് സക്സസ് ആകണം നിർബന്ധമൊന്നുമില്ല. 10ൽ 3 ഫെയിലിയർ ചാൻസ് ആണ്, 7 സക്സസ് റേഷ്യോ ഉണ്ട്. 10ൽ 7 സക്സസ് റേഷ്യോ ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് SL ആണ്. പറയാൻ ഒരു നാണക്കേടും ഇല്ല, ഇത് ക്ലിയർ ആണ്, നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലാണ്. പക്ഷെങ്കിൽ അവിടെ SL ആണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മോളോട്ട് പോയി, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മോളോട്ട് പോയി. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല, കാരണം വലിയ ക്യാൻഡിലുകളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു. മോളോട്ട് മാർക്കറ്റ് പിന്നെയും ഇന്നലത്തെ ആ ക്ലോസിങ് കട്ട് ചെയ്തു ഇല്ലേ. ക്ലോസിങ് കട്ട് ചെയ്ത് മോളിൽ പോയി. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്നലത്തെ ക്ലോസിങ് കട്ട് ചെയ്ത് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലൂടെ ക്ലോസിങ് കിട്ടി. ഇതാ നോക്കി, ഈ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അതിനും വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. കണ്ടോ, ചെറിയ സ്റ്റോപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രികൾ നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എൻട്രികൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വയം ഒന്ന് പ്രയത്നിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റിയലായിട്ട് ട്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് അതിൻ്റെ സക്സസ് റേഷ്യോ എത്രയുണ്ടെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ അവിടെ വീണ്ടും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെ നിന്നും ഒരു ബിഗിനേഴ്സിന് ഒരു പക്ഷേ ട്രേഡ് കാണത്തില്ല. എക്സ്പീരിയൻസിലുള്ള ട്രേഡ് അല്ലെ ചാർട്ട് കണ്ട് പരിചയിച്ചവർക്ക് മാത്രമേ ഇവിടെ ട്രേഡ് എടുക്കാൻ ഒരു പക്ഷേ സാധിക്കത്തുള്ളായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി അല്ലേ. മുകളിലോട്ട് പോയി ഫൈനലായിട്ട് മുകളിലോട്ട് പോയതിന് ശേഷം അവിടെ നിന്ന് റിജക്ഷൻ വന്നു, ഗ്രീനായിട്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു വെടിക്കെട്ട് ക്യാൻഡിൽ, ഒരു മർബോസ് ക്യാൻഡിൽ അവിടെ ഉണ്ടായി ഇല്ലേ. ഈ ക്യാൻഡിൽ എന്താണ്? ഒരു മർബോസ് ക്യാൻഡിലാണ്. എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസ് പഠിച്ചവർക്കറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല. താഴേന്ന് കയറി വന്ന മാർക്കറ്റ്, താഴെ പൊട്ടി വീണ ഒരു മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിക്കവറി ചെയ്ത് ടോപ്പിലെത്തിയതിന് ശേഷം ഒരു ബെയറിഷ് മർബോസു അല്ലെ ഒരു റെഡ് ക്യാൻഡിൽ ഫുൾ ഫോമിൽ ഒരു മർബോസു ക്യാൻഡിൽ വീണാൽ അവിടുന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് 300 പോയിൻ്റ് മുകളിലോട്ട് കയറി. 300 പോയിൻ്റ് മുകളിലോട്ട് കയറിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മർബോസ് ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇത് ഒരു സെല്ലിംഗ് പ്രഷറിനെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇതിൻ്റെ മുകളിൽ ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എക്സ്പയറിൽ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എക്സ്പയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റിൽ നമ്മുടെ പ്രീമിയം ആവിയായി പോകും, ഉരുകിപ്പോവും ഇല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എക്സ്പയറി മാത്രം ഞാൻ നെക്സ്റ്റ് എക്സ്പയറിയാണ് ഓൾമോസ്റ്റ് എല്ലാം ട്രേഡ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും വന്നു റീടെസ്റ്റ് നടത്തി ഇല്ലേ. റീടെസ്റ്റ് നടത്തി ഈ ഹൈയിൽ തന്നെ നമുക്കോട്ട് ഒരു വര വരച്ചിടാം. ഇത് നോക്കിക്കോ, മാർക്കറ്റ് അവിടുന്ന് റിജക്റ്റ് ചെയ്തു, റെഡ് ക്യാൻഡിൽ വീണു. വീണ്ടും മാർക്കറ്റ് അവിടെ വന്ന് വീണ്ടും എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു ഇല്ലേ. റീടെസ്റ്റ് ചെയ്തതിനു ശേഷം നല്ല സുന്ദരമായിട്ടൊരു ഫോളോ ഇട്ട് ഇവിടെ വന്നപ്പോൾ, ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പാറ്റേൺ വരച്ചിട്ടു. ഇവിടെയാണ് ഈ ടോപ്പിൽ ഇവിടെ വരച്ചിട്ടത്. ഇങ്ങനൊരു ഫോർമേഷൻ ഇവിടെ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വരച്ചിട്ടു കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞു, കാരണം ഞാൻ ഇത് മുന്നെയാണ് വരച്ചത്. അപ്പോൾ ഇത് പൊങ്കാല വരാനുള്ള സാധ്യത. ഇതിപ്പോൾ സപ്പോസ് ഫെയിലിയർ ആയിപ്പോയാൽ എന്നെ എടുത്തിട്ട് പൊങ്കാല ഇടും. വൈകുന്നേരത്തെ യൂട്യൂബിൻ്റെ താഴെ നല്ല കമൻറ്റ് ഇടാണ്. അങ്ങനെ ചാൻസ് നോക്കിയിരിക്കുക ആൾക്കാർ, മനസ്സിലായില്ലേ. ചാൻസ് നമ്മളെ പറ്റിയുള്ള ഡിസ്കഷൻ ഇപ്പം പല ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമുക്ക് അതിനുള്ള നേരെ കാണത്തുള്ളൂ. അപ്പോൾ പറയുന്നവർ കിടന്ന് പറയട്ടെ, അലച്ച് പറയട്ടെ, ഒരു പ്രശ്നമില്ല നമുക്ക്. ഓക്കെ, എന്തായാലും ഇതൊക്കെ നമ്മുടെ ചെവിയിലെത്തും. ആരൊക്കെ എന്തൊക്കെ എവിടെ കിടന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മുടെ ചെവിയിലെത്തും. പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവരോടൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവരും തമ്മിൽ വ്യത്യാസം എന്താണ്? വല്ല വ്യത്യാസമുണ്ടോ? ഈ കിടന്ന് ബഹളം വെക്കുന്നവരോട് അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ പിന്നെ അവരും നമ്മൾ വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല. അപ്പം പറയുന്നവർ കിടന്ന് പറയട്ടെന്നേ, ഒലച്ച് എത്രത്തോളം പറയാം അത്രത്തോളം പറയട്ടെ, നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അതിവിടെ. അപ്പം നമ്മുടെ ദേഹത്ത് പറ്റുന്നില്ലല്ലോ ഇതൊന്നും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മൾ കൃത്യമായിട്ട് ഈ പാറ്റേൺ വരച്ചിട്ടതിന് ശേഷം മാർക്കറ്റ് ആ വഴിക്ക് തന്നെ വന്നു. ഹ്യൂജ് പ്രോഫിറ്റ്, നമ്മുടെ ആൾക്കാരെല്ലാവരും ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കി. വെരി സക്സസ്ഫുൾ ട്രേഡായിരുന്നു ഇത് അല്ലേ. ഈ സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ സന്തോഷത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നി. അത്രയ്ക്ക് ധാരാളം മെസ്സേജുകൾ എനിക്ക് വന്നു. ഓക്കെ, സന്തോഷം. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. നമ്മൾ പഠിച്ചത് നമ്മൾ എന്ത് ചെയ്തു? ചാർട്ടിനകത്തിൽ വരച്ച് കാണിച്ചു കൊടുക്കുന്നു, അല്ലെ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുന്നു, അല്ലെ നമ്മൾ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നു അല്ലേ. അതിനനുസരിച്ച് കൃത്യമായ സ്റ്റോപ്പ് ലോസോടുകൂടെ നമ്മൾ ട്രേഡ് ചെയ്യുക, വിജയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോഴും നമ്മൾ നോക്കിക്കേ, നമ്മൾ വരച്ച വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു അല്ലേ. മാർക്കറ്റ് നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തപ്പോഴും നമ്മൾ വരച്ച വരയിൽ അല്ലേ 670 വന്ന് സപ്പോർട്ട് എടുത്തു, കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. വീണ്ടും വന്ന് റീടെസ്റ്റ് എടുത്ത് നമ്മുടെ ലൈനിലാണ് 770 റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മുടെ 920 ടെസ്റ്റ് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും അവിടെ തന്നെ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ച് വന്ന് ക്ലോസ് ചെയ്ത് എവിടെ നോക്കിക്കേ, കൃത്യമായിട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ 770 ലൈനിലാണ്. ആ 768 2 പോയിൻ്റ് വ്യത്യാസത്തിലാണ് നമ്മുടെ ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്. ഓക്കെ, അൽഹംദുലില്ലാ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്ക് വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. ഈ എത്ര ബുദ്ധിയും ശക്തിയും സാമർഥ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ദൈവകാരുണ്യം കൂടി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ. അല്ലാതെ എൻ്റെ കഴിവ്, ഞാൻ വരയ്ക്കുന്നത്, അല്ലേ ഞാൻ പറഞ്ഞിടത്തോളം മാർക്കറ്റ് പോകുന്നു, നോ, അങ്ങനൊന്നും അല്ല. ഇതിനകത്തിലെല്ലാം ഒരു ദൈവീക ഒരു അനുഗ്രഹം കൂടെ ഇതിനകത്തിലൊക്കെ വേണം ഉള്ള. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്.
ഓക്കെ. അപ്പം അല്പസ്വല്പം ദൈവാധീനം കൂടെ ഒക്കെ നമുക്ക് ഇതിനകത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലനിന്ന് ഈശ്വര എന്താ പറയുന്നത്, നിരീശ്വരവാദികൾ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരാധീനം കൂടെ വേണം. പിന്നെ എന്താണ്, മാർക്കറ്റിൽ ആ അത്യാഗ്രഹം കൂടെ പാടില്ല. ന്യായമായിട്ടുള്ളത് കിട്ടി. ഞാൻ നിങ്ങളെ മാതൃക കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഞാൻ മാതൃക ഇല്ല. ഞാൻ എടുത്ത ട്രേഡ് ഒരു ബാങ്ക് നിഫ്റ്റി ഒരു ട്രേഡ് ഞാൻ 56,200 ഒരു ട്രേഡ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നില്ലേ. എടുത്ത് കാണിച്ചു തന്നു. ആ ട്രേഡ് 86 രൂപയ്ക്ക് എടുത്തിട്ട് 130 ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം അത് 186 വരെ പോയി, ഏകദേശം ഡബിളിന് മുകളിൽ പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ബോധർ ചെയ്യുന്നില്ല. നമുക്കുള്ളതല്ല അത് പൊയ്ക്കോട്ടെ. അതിനുശേഷം ആ എടുത്ത സാധനം വീണ്ടും തിരിച്ച് 40 വന്നു. അപ്പോഴോ, അപ്പം ഞാൻ പറഞ്ഞത് അവിടെയാണ് ന്യായത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തി അടയാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇനിയും വരയ്ക്കാൻ നമുക്ക് ഇല്ല. നമുക്ക് വര വല്ലതും ഉണ്ടോ? ഒരു വരയില്ല. നമ്മുടെ ഈ വരകളൊക്കെ തന്നെയാണ് നമുക്ക് ഇനിയും ഫോളോ ചെയ്യാനുള്ളത്. കഴിഞ്ഞ ഏകദേശം 1-1.5 മാസം കൊണ്ട് തന്നെ നമ്മൾ ഈ വരകളൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ വരയൊന്നും നമുക്ക് മാറ്റാനേ ഇല്ല. നമുക്കിനിയും ബുള്ളിഷ് സെറ്റപ്പ് ഉള്ളത് മാർക്കറ്റ് 25,000 കടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ബെയറിഷ് സെറ്റപ്പ് തന്നെയാണ്. ഓക്കെ. 25,000 മാർക്കറ്റ് കടക്കാത്തിടത്തോളം നമ്മൾ 25,000 നിന്ന് എപ്പോഴും നമ്മൾ താഴോട്ടുള്ള ട്രേഡുകളാണ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ പിന്നെ 25,000 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നാളെ നമുക്ക് കോഴിക്കോട്ട് വെച്ച് കാണാം എല്ലാവരെയും. ഓക്കെ. അപ്പം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ട്. ലാസ്റ്റ് മൊമെൻ്റ് അല്ലേ, അപ്പോൾ ഷോർട്ട് കവറിങ് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മൊമെൻറ്റ് നമ്മൾ മലയാളീസ്. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവരെയും കാണാം. ഒരു ദിവസം മുന്നേ വന്ന് കോഴിക്കോട്ട് വന്ന് നിങ്ങളെയൊക്കെ കാണാനും കോഴിക്കോടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നാളെ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ബാക്കി പറഞ്ഞില്ല, സോറി, ഞാൻ പറഞ്ഞു നിർത്താൻ പോയി. അതിനപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റി പറഞ്ഞില്ലേ. ബാങ്ക് നിഫ്റ്റി നോക്കിക്കേ, എന്ത് കൃത്യമായിട്ടാണ് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്ത്. രാവിലെ മാർക്കറ്റ് വീണു, ശേഷം വന്നു, അവിടെ എത്തുന്നതിന് മുമ്പ് നേരെ തിരിച്ചു പോയി. നമ്മളുടെ ഇവിടെ ഞാനൊരു ട്രേഡ് എടുത്ത് ഞാൻ 1-2 പേർക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എന്നോട് ചോദിച്ചു, സാർ ഇവിടെ ഒരു ട്രേഡ് ഉണ്ടെന്ന് ചോദിച്ചു. സുന്ദരമായിട്ട് നമുക്കിവിടെ ട്രേഡ് ഉണ്ടായിരുന്നു. ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ, ഇവിടെ റിജക്ഷൻ വന്നു, അടുത്ത വീണ്ടും റിജക്ഷൻ വന്നു. അതിനുശേഷം ഒരു ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയില്ല. ഈ ക്യാൻഡിൽ ഞാനൊരു ട്രേഡ് എടുത്തു. ഒരു 30 എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു 30 പോയിൻ്റ് എനിക്ക് കിട്ടി. ഞാനത് ക്ലോസ് ചെയ്തു. ഇവിടെ എത്തുന്നതിന് മുമ്പേ ക്ലോസ് ചെയ്തു. 30 പോയിൻ്റ് കിട്ടി, അത് മതി, ധാരാളം. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. റിവേഴ്സ് ചെയ്ത് പോയി നമ്മുടെ ലൈനിൽ വന്ന് റീടെസ്റ്റ് ചെയ്ത് അവിടെ കിടന്ന് ആടി കളിച്ച് നേരെ താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെയും ലൈനുകൾക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഈ ലൈനുകളൊക്കെ നോക്കുന്നതിന് ട്രേഡ് ചെയ്യുക. ഇന്ന് മിഡ് ക്യാപ്പിനകത്തിലാണ് ഏറ്റവും വലിയ മഹാസംഭവം നടന്നത്. അത് ഒരു മര്യാദയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. എങ്കിൽ തന്നെ നമ്മുടെ ലൈനുകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ. അപ്പം ഇതിലും നല്ലപോലെ പൈസ ഉണ്ടാക്കിയ ധാരാളം ആൾക്കാരുണ്ട്. ഇത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാനും 850 ഒരു 0 എടുത്തു. പക്ഷേ 900 ആയിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. 850 മാർക്കറ്റ് അവസാനിച്ചത്. ഞാനെടുത്ത 0 850 ആയിപ്പോയി. അപ്പോൾ അത് ഒന്നും അല്ലതായിപ്പോയി. പക്ഷേ 900 എടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് 6 രൂപ ഏകദേശം 36-40 രൂപ വരെ അത് പോയി. അപ്പം വരയ്ക്കാൻ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ നോക്കുക. ഈ ലോ കട്ട് ചെയ്യുവാണെന്ന്, നാളെ പുതിയ കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ ലോ കട്ട് ചെയ്ത് നോക്കുക. ഈ ലോ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫർദർ ഒരു ഫോൾ നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് കാണാം. അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കും. നാളെ വെള്ളിയാഴ്ച, ഇതില്ലല്ലോ. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയല്ലേ, അല്ല നാളെ വെള്ളിയാഴ്ച. അപ്പോൾ നാളെ വൈകുന്നേരം നമുക്ക് പ്രീ മാർക്കറ്റില്ല. അപ്പം എല്ലാവർക്കും നേരിൽ കാണാം. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. എല്ലാവരും നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കരുതുന്നു. ഓക്കെ. നമുക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടണം. ഓക്കെ. താങ്ക് യു.